നമ്മുടെ കസ്റ്റമർക്കുള്ള പരാതി എന്ന് ചോദിച്ചാൽ GR സ്പോർട്ടിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനങ്ങൾ നിങ്ങൾ ഡെലിവറി കൊടുക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ, സെയിലിടുന്നത് കാണുന്നില്ല എന്നുള്ള ഒരുപാട് പരാതികളുണ്ട്. നമുക്ക് സത്യത്തിൽ GR സ്പോർട്ട് കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനങ്ങൾ സെയിലിടുന്നത് വളരെ ചുരുക്കമാണ്. നമ്മൾ പാർട്ടിൻ്റെ ആവശ്യപ്രകാരം ഈ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൂടുതൽ വാഹനങ്ങൾ കൊടുക്കൽ കേട്ടോ. ഇത് നമ്മൾ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് GR സ്പോർട്ടിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രണ്ട് സ്കാറ്റിങ് ബാക്ക് സ്കാറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അടിപൊളി 2014 മോഡൽ 4x4 സ്റ്റോക്ക് വന്നിട്ടുണ്ട്. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ ഓടിയുള്ളത് 2,20,000 കിലോമീറ്ററാണ് കേട്ടോ. GR സ്പോർട്ടിൻ്റെ കിറ്റ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ ചെയ്യുന്നുണ്ട്. അതേപോലെ GRൻ്റെ ഗ്രില്ല് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് 3 LED ലൈറ്റ് വരുന്നുണ്ട്. ഫ്രണ്ടേജ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സ്കാറ്റിങ് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടേജ് സ്കാറ്റിങ്ങിൻ്റെ അടിഭാഗത്ത് 2 ലൈറ്റും വരുന്നുണ്ട് കേട്ടോ. അതേപോലെ ഫ്രണ്ട് ബോണ്ട് സ്കൂപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് പിയാനോ ബ്ലാക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ മിറർ രണ്ടും പിയാനോ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് 2014 മോഡൽ 4x4 2,20,000 കിലോമീറ്ററാണ് ഓടിയുള്ളത്. അതർ സ്റ്റേറ്റ് വാഹനമാണ്. കേരളത്തിൽ KL 71 നമ്പർ ആയിട്ടുണ്ട് കേട്ടോ. 3ാമത്തെ ഓണർഷിപ്പിക്കാണ് കേരളത്തിൽ നമ്പർ ആയിട്ടുള്ളത്. ഫ്രണ്ടേജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ വരാം കേട്ടോ. ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ കമ്പനി ഇറങ്ങുമ്പോൾ ലെതർ സീറ്റ് കവറും കാര്യങ്ങൾ തന്നെയാണ് നിലവിലുള്ളത്. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ബോഡി കാര്യങ്ങളാണ്. ഇതിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ. ചെറിയ ചെറിയ ടച്ചിങ് കാര്യങ്ങൾ പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിറക്കിയ വാഹനമാണ്. അതേപോലെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 80% 4 ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. സ്റ്റോക്ക് കണ്ടീഷനിലെ കളർ തന്നെയാണ് അലോയ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അതേപോലെ മിറർ പിയാനോ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഈ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. അതേപോലെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴേ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ബാക്ക് സൈഡ് ഉള്ളത്. ബമ്പർ സ്കാറ്റ് കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ ലാൻഡ് ക്രൂസർ ടൈപ്പിലൊരു LED ടൈലാമ്പാണ് ചെയ്തിട്ടുള്ളത്. ഡിക്കി ഗാർണിഷ് നോക്കുകയാണെങ്കിൽ LED ആണ് വരുന്നത് കേട്ടോ. അതേപോലെ ഈ ബമ്പറിൻ്റെ ഈ ഒരു റിഫ്ലക്ടർ വരുന്നത് LED ടൈപ്പിലുള്ളതാണ്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളുള്ളത്. പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു 80% 4 ടയർ ഭാഗങ്ങളും വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴേ സീറ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഇറങ്ങുമ്പോൾ സീറ്റ് കവർ തന്നെയാണ്, ലെതർ സീറ്റ് കവറാണുള്ളത്. ചെറിയ ആ ഒരു ഇത്രയും പഴക്കത്തിൻ്റെതായിട്ടുള്ള ചെറിയ ഡാമേജ് കാര്യങ്ങളുണ്ടെങ്കിലും സീറ്റ് കവർ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. വേണ്ടവർക്ക് അത് മാറ്റാമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് എക്സ്ട്രാ പൈസ വരും. അതേപോലെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ഫ്ലോർ മാറ്റ് കാര്യങ്ങൾ ഈ ഒരു പ്രൈസിൽ നമ്മൾ ചെയ്തു തരും കേട്ടോ. ഫ്ലോർ മാറ്റ് അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും സീറ്റ് കവർ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. റൂഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷൻ തന്നെ ഉള്ളത് കേട്ടോ. ഇത് 4x4 മാനുവലാണ് വരുന്നത് കേട്ടോ. അതേപോലെ ഇതിൻ്റെ എൻജിൻ സൈഡിലേക്ക് വരുമ്പോഴേ എൻജിനൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് എന്ത് മേജർ ഉണ്ടെങ്കിലും നമുക്ക് റിട്ടേൺ ചെയ്യാനൊരു ഓപ്ഷൻ തരുന്നുണ്ട്. മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ഗ്യാരണ്ടിയാണ്. അപ്രോണിൻ്റെ സൈഡാണ് ഈ കാണിക്കുന്നത്. ഈ സൈഡ് ഭാഗങ്ങളൊക്കെ പക്കയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു തട്ടുണ്ട്. മേജറായിട്ടുള്ള തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ബോണറ്റിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ പക്കയാണ്. അവിടെ ഒന്നും വർക്ക് കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. അപ്രോണിൻ്റെ സൈഡൊക്കെ പക്ക കണ്ടീഷനാണ്. ആ ഒരു ഭാഗത്തൊന്നും എവിടെയും വർക്ക് എടുത്തിട്ടില്ല. പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്നൊരു വാഹനം തന്നെയാണ്. ഫ്രണ്ടേജ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ഈ ഒരു GR സ്പോർട്ടിൻ്റെ കിറ്റും കാര്യങ്ങളും ചെയ്യുമ്പം വണ്ടി വേറെ ലെവലിൽ തന്നെ മാറണം കേട്ടോ. അപ്പോൾ ഇത് 2014 മോഡൽ 4x4 മാനുവലാണ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതുമ്പോൾ ഫിനാൻസ് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. എന്താ വെച്ചാൽ നമുക്ക് നമ്പറായി RC വരുമ്പോഴത്തേന് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫിനാൻസ് കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അഥവാ നിങ്ങൾക്ക് ഫിനാൻസ് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ 8 ലക്ഷമൊക്കെ ഡൗൺ പേയ്മെൻറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സൗകര്യം ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാം. ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 14,30,000 രൂപയാണ്. ഇത് കേരളത്തിൽ ടാക്സ് കാര്യങ്ങളൊക്കെ അടച്ച് കേരള നമ്പറായ വാഹനം കേട്ടോ. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്.